പെട്ടെന്ന് കേൾക്കട്ടോ. സംഗതി എന്താണെന്ന് അറിയോ? ഷജറകൾ ഒരു സ്ഥിരം പല്ലവിയാണ്, ഒരു നുണയാണ്. എന്താ അറിയോ? സംഗതിക്ക് വിശ്വാസം വരാൻ വേണ്ടി, ഇവരെ കാപ്പട്യം വിശ്വസിക്കാൻ വേണ്ടി ബഹാവുദ്ദീൻ ഉസ്താദിന്റെ നേതൃത്വത്തിലാണ് ഹക്കീം ഫൈസിക്കെതിരെയുള്ള നടപടി എടുക്കാൻ കാരണമായ ആ സമിതിന്റെ ആ റിപ്പോർട്ടൊക്കെ സമർപ്പിച്ച് ബഹാവുദ്ദീൻ ഉസ്താദാണ്. അങ്ങനെയാണ് ഹക്കീം ഫൈസിക്കെതിരെ നടപടിയൊക്കെ എടുത്ത് ആ റിപ്പോർട്ട് സമർപ്പിച്ച് ആ സമിതിക്ക് നേതൃത്വം കൊടുത്തത് ബഹാവുദ്ദീൻ ഉസ്താദാണെന്ന് ഇവർ ഇടക്കിടക്ക് കുട്ടികൾ ഇങ്ങനെ പാടുന്ന നുണ. ആരാണ് നുണ പറയുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. വേണ്ട വേണ്ട എന്ന് വെക്കുമ്പോൾ, കൊണ്ട എന്ന് പറഞ്ഞ് വരുമ്പോൾ കൊടുക്കാതിരിക്കാൻ നിർവാഹമില്ലല്ലോ. ഈ വിഷയങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു ഒഴിവാക്കിയതാണ്. വിഷയങ്ങളൊക്കെ വിശദീകരിച്ച് എല്ലാം ഒഴിവാക്കിയൊരു വിഷയമാണ്. പക്ഷേ ഈ നുണ ഇങ്ങനെ ആവർത്തിച്ച് ഇങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുമ്പോൾ അനിവാര്യമായും ഇതൊക്കെ വിശദീകരിച്ച് കൊടുക്കേണ്ട, ജനങ്ങളിൽ തെറ്റിദ്ധാരണ നീക്കി കൊടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മളെ ഇവർ നിർബന്ധിപ്പിക്കുകയാണ്. കാരണം പറയുന്നത് ഒരു വ്യക്തിയുടെ പേരിലല്ലല്ലോ, ഒരു പ്രസ്ഥാനത്തിൻ്റെ പേരിലാണ്, സമസ്തയുടെ പേരിലാണ്. ആ സമസ്തയിൽ വിശ്വസിക്കുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനങ്ങളുണ്ട്. അവരൊക്കെ തെറ്റിദ്ധരിക്കാൻ കാരണമാവും. അതുകൊണ്ട് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് വിശദീകരിച്ച് കൊടുക്കൽ അനിവാര്യമാണ്. ഹക്കീം ഫൈസിക്ക് സമസ്തയിൽ നിന്ന് പുറത്തേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുന്നതിൽ ബഹുമാനപ്പെട്ട ബഹാവുദ്ദീൻ നദ്വി ഉസ്താദ് നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഒരു വിമർശനമായിട്ട് അദ്ദേഹത്തിനെക്കുറിച്ച് പറയുന്നതല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റിയാണ്. കാരണം അസത്യത്തിനെതിരെ, അധർമ്മത്തിനെതിരെ നിലകൊണ്ട ഒരു കാലഘട്ടം, ഒരു പീരീഡ്, ആ പീരീഡിൽ അദ്ദേഹം ചെയ്ത വളരെ ശ്ലാഘനീയമായ പ്രവൃത്തിയാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ കാര്യങ്ങളിലേക്കാണ് കൃത്യമായ ഡേറ്റുകൾ സഹിതം, കൃത്യമായി ഇതിനെ നിഷേധിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. നിങ്ങളിതിനെ നിഷേധിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്ന പണിയെടുക്കും. അപ്പോൾ ഇതിനെ നിഷേധിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. കൃത്യമായിട്ട് ഡേറ്റ് സഹിതം, തീരുമാനം സഹിതം, സമിതികളുടെ അംഗങ്ങളുടെ എണ്ണം സഹിതം, അവരുടെ പേര് സഹിതമാണ് അവതരിപ്പിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഹമീദ് ഫൈസൊന്നും ഈ വിഷയത്തിൽ തൊട്ടിട്ടില്ലാത്ത കാലഘട്ടം, സത്താർ പന്തലൂർ ഈ വിഷയത്തിൽ പ്രസംഗം നടത്തിയിട്ടില്ലാത്ത കാലഘട്ടം, സലാഹുദ്ദീൻ ഫൈസിയൊന്നും ഈ വിഷയത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ലാത്ത കാലഘട്ടം 2019. ഈ 2019 മെയ് മാസം 2-ാം തീയതി ഒരു മുഷാവറ യോഗം ചേർന്നു. ആ മുഷാവറ യോഗത്തിൽ ചർച്ചയ്ക്ക് വന്ന ഒരു കാര്യമുണ്ട്. എന്തായിരുന്നു അത്? CICയുടെ വിഷയം. CICയിൽപ്പെട്ട ചില ആളുകളും ചില വാഫികളും സമസ്തയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നു, അവർ സമസ്തയ്ക്ക് എതിര് പറയുന്നു, എഴുതുന്നു. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് സമസ്തയുടെ പ്രവർത്തകർ നൽകിയ ഒരു കത്ത് അന്നത്തെ മുഷാവറ ചർച്ച ചെയ്തു. ആ മുഷാവറ ചർച്ച ചെയ്തതിൽ വളരെ ഗൗരവമായിട്ട് അത് ചർച്ച ചെയ്തു. വിശദ വിവരങ്ങൾ പഠിക്കാൻ 3-അംഗ സമിതിയെ നിയോഗിച്ചു. സമസ്ത അന്ന് 3-അംഗ സമിതിയെ നിയോഗിച്ചു. ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്താണ്, 2019. ആരൊക്കെയാണ് 3-അംഗ സമിതി? 1 പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ, 2 സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, 3 ബഹാവുദ്ദീൻ നദ്വി കൂരിയാട്. ഇങ്ങനെ 3-അംഗ സമിതിയെ സമസ്ത നിയോഗിച്ചു. ഇവരുടെ അന്വേഷണ റിപ്പോർട്ട് പ്രകാരം തൊട്ട് അപ്പുറത്തെ മുഷാവറ, അതായത് 7-ാം മാസം, അതായത് ജൂലൈ മാസത്തിൽ 1-ാം തീയതി 2019 തന്നെ, അതേ വർഷത്തിൽ മുഷാവറ യോഗം ചേർന്നു. ഈ വിഷയം വീണ്ടും ചർച്ച ചെയ്തു. ആ വിഷയം ചർച്ച ചെയ്തപ്പോൾ ഇവർ പഠിച്ച റിപ്പോർട്ട്, ഇവരുടെ അന്വേഷണ റിപ്പോർട്ട് സമസ്തക്ക് സമർപ്പിച്ചു. സമസ്തക്ക് സമർപ്പിച്ചപ്പോൾ ഈ 3 ആളുകൾ അടങ്ങിയ സംഘം, സമിതി നൽകിയ അന്വേഷണ റിപ്പോർട്ടിൽ വളരെ ഗുരുതരമായ കാര്യങ്ങളാണ് CICയെക്കുറിച്ച് ഇവർ കണ്ടെത്തിയിരിക്കുന്നത്. ആരൊക്കെയാണതിൽ? ഹൈദരലി തങ്ങൾ, സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, 1 ബഹാവുദ്ദീൻ നദ്വി കൂരിയാട്. ഗുരുതരമായ കാര്യങ്ങൾ ആണ് CICയുടെ വിഷയത്തിൽ നിന്ന്, ഹക്കീം ഫൈസിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്ന് അവർ കണ്ടെത്തി സമസ്തക്ക് റിപ്പോർട്ട് നൽകി. ആ റിപ്പോർട്ട് പ്രകാരം അബ്ദുൽ ഹക്കീം ഫൈസിയോട് നേരിൽ വിശദീകരണം തേടാൻ തീരുമാനിച്ചു. അതിനു വേണ്ടിയിട്ട് പിന്നെ ഒരു സമിതിയെ നിയോഗിച്ചു. അതാണ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ, MT അബ്ദുള്ള മുസ്ലിയാർ എന്നിവരെയാണ് അതിനു വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയത്. അങ്ങനെ അവർ ഹക്കീം ഫൈസിയുമായിട്ട് നേരിട്ട് വിശദീകരണം തേടി. അതിൻ്റെ ശേഷം പിന്നെന്തായി എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞതാണ്. അതൊന്നും അദ്ദേഹം ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ ഈ സമിതി, ഇവരെക്കുറിച്ച് ആദ്യമായിട്ട് പഠിച്ച് സമസ്തക്ക് റിപ്പോർട്ട് നൽകുന്ന സമിതി ഏതാ? ബഹാവുദ്ദീൻ നദ്വി ഉസ്താദിൻ്റെ സാന്നിധ്യമുള്ള അദ്ദേഹത്തിൻ്റെ സമിതിയാണ്, അദ്ദേഹം ഉൾക്കൊണ്ട സമിതിയാണ്. പിന്നെ ബഹാവുദ്ദീൻ ഉസ്താദ് ഇതിൻ്റെ പിന്നിലൊന്നുമില്ല എന്ന് നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഇപ്പോൾ ആരാണ് കളവ് പറയുന്നത്? ജനങ്ങൾ മനസ്സിലാക്കട്ടെ. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സമസ്തയുടെ പ്രവർത്തകന്മാരെ കള്ളന്മാരും കളവ് പറയുന്നവരുമാക്കെ. യാഥാർത്ഥ്യം ഇതായിരിക്കെ. ഇനി നോക്കൂ അടുത്തത്. അവിടെയും അവസാനിക്കുന്നില്ല. കമാൽ പാഷയെ, ജസ്റ്റിസ് കമാൽ പാഷ എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹം ഒരു ലിബറൽ ചിന്താഗതിക്കാരനാണ്. നമ്മുടെ ഈ ട്രഡീഷണൽ ഇസ്ലാം ഫോളോ ചെയ്യുന്ന ഒരാളല്ല, ഒരു ലിബറൽ ചിന്താഗതിക്കാരനാണ്.
പ്രത്യേക ആശയങ്ങൾക്ക് വെച്ച് പുലർത്തുന്നത്. അപ്പോൾ അദ്ദേഹത്തെ ഇവരുടെ CIC-യുടെ ഉപദേശക സമിതിയിൽ ഉൾപ്പെടുത്തി. അങ്ങനെ CIC-യുടെ ഉപദേശക സമിതിയിൽ ഉൾപ്പെടുത്തിയപ്പോൾ സ്വാഭാവികമായിട്ടും സമസ്തക്ക് പരാതി വന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അത് പഠിക്കാൻ വേണ്ടി 2 പേരെ നിയോഗിച്ചു. നോക്കണം നിങ്ങൾ ആരൊക്കെയാണ്? ഇന്ന് സമസ്ത നിയമ നടപടി സ്വീകരിച്ച് പുറത്തു നിർത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട മുസ്തഫൽ ഫൈസി 1, 2 ബഹാവുദ്ദീൻ നദ്വി. ഈ 2 പേരും അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചു. എന്താണ് ആ റിപ്പോർട്ടിലുള്ളത്? സമസ്തക്ക് നൽകിയ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ ഈ കമാൽ പാഷ എന്ന ആൾ ഉപദേശക സമിതിയിൽ ഉൾപ്പെടുത്താൻ യോഗ്യനല്ല. അതായത് നമുക്ക് അദ്ദേഹത്തെ സമസ്തയുടെ ആദർശപ്രകാരം അദ്ദേഹത്തെ ഉപദേശക സമിതിയിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല എന്നാണ് ബഹാവുദ്ദീൻ നദ്വി ഉസ്താദിൻ്റെ റിപ്പോർട്ടിലുള്ളത്. നോക്കണം. എന്നിട്ട് കൃത്യമായിട്ട് ഡേറ്റ് പിടിച്ചോ. 2021 4-ാം മാസം 6-ാം തീയതി CIC ഇതിന് മറുപടി നൽകി. അതായത് അവർക്ക് ഈ കാര്യം സമസ്ത അറിയിച്ചു, അവരതിന് മറുപടി നൽകി. ആ മറുപടിയാണ് കേട്ടോ ഇനി വായിക്കുന്നത്. 29/11/2020 ചേർന്ന സെനറ്റ് യോഗത്തിലാണ് വഫിയ വിദ്യാർത്ഥിനികളുടെ വിവാഹം കമാൽ പാഷയുടെ നിയമനം തീരുമാനമായത്. ആയതിനാൽ ഈ 2ലും മാറ്റം വരുത്താൻ കഴിയില്ല. ഇതാണ് CIC നൽകിയ മറുപടി. ആർക്കാണ് ഈ മറുപടി നൽകുന്നത് നോക്കണം. സമസ്തക്ക്. ഇതൊന്നുമല്ല നമ്മുടെ ഇപ്പോഴത്തെ വിഷയം, ഇന്നത്തെ വിഷയം ഇതല്ല. ഇതിൻ്റെ പിന്നിൽ കമാൽ പാഷ ഈ ഉപദേശക സമിതി അംഗമാവാൻ പറ്റില്ല എന്ന് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചത് ബഹാവുദ്ദീൻ നദ്വി ഉസ്താദാണ്, മുസ്തഫൽ ഫൈസിയാണ്. അപ്പോൾ ഹക്കീം ഫൈസിയെ സമസ്തയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ചരട് വലിച്ച ആൾ ഒരിക്കലും ഹമീദ് ഫൈസിയോ സത്താർ പന്തല്ലൂരോ സലാം ഫൈസിയോ ഒന്നുമല്ല, മറിച്ച് പ്രധാനമായിട്ട് പങ്കുവഹിച്ചിട്ടുള്ള ആൾ അത് ബഹുമാനപ്പെട്ട നദ്വി ഉസ്താദാണ്, ബഹാവുദ്ദീൻ നദ്വി ഉസ്താദാണ്. അദ്ദേഹത്തെ വിമർശിച്ചു കൊണ്ടല്ല ഞാനിത് പറയുന്നത്. അദ്ദേഹം അതിന് യോഗ്യനായതുകൊണ്ടാണ് സമസ്ത അതിനു വേണ്ടിയിട്ട് അദ്ദേഹത്തെ ഏൽപ്പിച്ചത്. അദ്ദേഹം ചെയ്ത ഒരു നല്ല കാര്യമായിട്ടാണ് ഞാനിത് പറയുന്നത്. സമസ്തക്ക് വേണ്ടി അദ്ദേഹം ചെയ്ത നല്ല കാര്യമായിട്ട് അന്നത്തെ കാലത്ത്. പിന്നീട് ഈ 2 കാര്യങ്ങളും, അതായത് വിവാഹപ്രായ വിഷയത്തിൽ അവർ മാറ്റം വരുത്തിയിട്ടുണ്ട്. പിന്നീട് മാറ്റം വരുത്തിയതാണ്. അന്ന് കൊടുത്ത കത്തിൽ അതിന് പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത്. ഈ കമാൽ പാഷയെ പിന്നീട് മാറ്റി. അതിനുള്ള സാഹചര്യം ഉണ്ടായതെന്തെന്ന് വെച്ചാൽ സമസ്ത പറഞ്ഞിട്ടല്ല മാറ്റിയത്, മറിച്ച് കമാൽ പാഷയുടെ വിവാദമായ പ്രസ്താവന വന്നിരുന്നു മുസ്ലിം ലീഗിനെതിരെ. മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയാണ് എന്ന രൂപത്തിൽ കമാൽ പാഷയുടെ ഒരു വിവാദമായ പ്രസ്താവന ഉണ്ടായിരുന്നു. ആ പ്രസ്താവന വിവാദമായതോടുകൂടെ ഇവരെന്താക്കി, മെല്ലെ പിൻവാതിലൂടെ കമാൽ പാഷയെ ഇറക്കി വിട്ടു. സമസ്ത പറഞ്ഞിട്ടല്ല. ഇങ്ങനെയാണ് സംഭവം ഉണ്ടായത്. അപ്പോൾ പറഞ്ഞു വന്നത് ഈ വിഷയത്തിലും പഠിച്ച സമിതി ആരാണ്? ഇതിൻ്റെ പിന്നിലും റിപ്പോർട്ട് സമർപ്പിച്ച സമിതി ബഹാവുദ്ദീൻ ഉസ്താദാണ്. ഇനി നിങ്ങൾ കേൾക്കണം. ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദിൻ്റെ പേരിൽ ഒരു ലേഖനം പ്രത്യക്ഷപ്പെട്ടു. ആരൊക്കെയാണ് ആ ലേഖനം പോസ്റ്റ് ചെയ്തത്? അബ്ദുൽ ഹമീദ് ഫൈസി, സത്താർ പന്തല്ലൂർ, നാസർ ഫൈസി കൊടുത്തായി. ഇന്നും നാസർ ഫൈസിയുടെ വാളിൽ ആ ലേഖനമുണ്ട്, പിൻവലിച്ചിട്ടില്ല. ഈ സമയം വരെ പിൻവലിച്ചിട്ടില്ല, ഇനി പിൻവലിക്കുമെന്ന് അറിയില്ല. ഈ 3 ആളുകളുടെ വാളിലും ആ ലേഖനമുണ്ട്. എന്താ ലേഖനം? ആലിക്കുട്ടി ഉസ്താദിൻ്റെ പേരിലാണ് ലേഖനം. CICക്ക് യുടെ ഒരു കുറ്റപത്രം എന്ന് തന്നെ അതിന് വിളിക്കാം. അതായത് CIC ചെയ്ത കുറ്റങ്ങൾ, സമസ്തയോട് നിരക്കാത്ത കാര്യങ്ങൾ, സമസ്തയോട് ചെയ്ത ധിക്കാരങ്ങൾ, ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വിശദമായ ഒരു ലേഖനമാണ്. ഈ ലേഖനം വരാനൊരു പശ്ചാത്തലമുണ്ട്. ഹക്കീം ഫൈസി സമസ്തക്കെതിരെ ഒരു ലേഖനം അദ്ദേഹത്തിൻ്റെ വാളിൽ എഴുതി. അതിൽ സമസ്തയെ തോണ്ടുന്നതും വിമർശിക്കുന്നതുമായ ഒരുപാട് പരാമർശങ്ങളുണ്ട്. ആ ലേഖനം വന്ന ഉടനെ രാവിലെ ബഹുമാനപ്പെട്ട നദ്വി ഉസ്താദ്, ബഹാവുദ്ദീൻ നദ്വി ഉസ്താദ് ഹമീദ് ഫൈസിക്ക് വിളിച്ചുകൊണ്ട് പറയാണ്, ഇങ്ങനെ ഹക്കീം ഫൈസി ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്, ഇതിന് തീർച്ചയായിട്ടും മറുപടി കൊടുക്കണം. അപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസി പറഞ്ഞു, ഇന്ന് ഏതായാലും സംസ്ഥാന യോഗം ഉണ്ടല്ലോ, ആ യോഗത്തിൽ വെച്ചുകൊണ്ട് നമുക്ക് തീരുമാനമെടുക്കാം. പ്രത്യേകം ഇദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരം, ആരുടെ? ബഹുമാനപ്പെട്ട ബഹാവുദ്ദീൻ നദ്വി ഉസ്താദിൻ്റെ താല്പര്യപ്രകാരം ആ യോഗത്തിൽ വെച്ചുകൊണ്ട് ഒരു ലേഖനം തയ്യാറാക്കി. ആ ലേഖനം തയ്യാറാക്കിയിട്ട് ആദ്യം അത് ആരുടെ പേരിൽ പ്രസിദ്ധീകരിക്കും? അത് മോയിൻകുട്ടി മാഷിൻ്റെ പേരിൽ പ്രസിദ്ധീകരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ബഹാവുദ്ദീൻ നദ്വി ഉസ്താദ് പറഞ്ഞു, പറ്റില്ല, മോയിൻകുട്ടി മാഷിൻ്റെ പേരിൽ പ്രസിദ്ധീകരിച്ചതുകൊണ്ട് അതിന് വേണ്ടത്ര ഗൗരവം കിട്ടില്ല. അതുകൊണ്ട് ആലിക്കുട്ടി ഉസ്താദിനെ വിഷയങ്ങൾ തെര്യപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ പേരിൽ ഇത് പ്രസിദ്ധീകരിക്കണം എന്ന് പറഞ്ഞ ആൾ നിഷേധിക്കാൻ കഴിയില്ല. നിരവധി സാക്ഷികളുണ്ട്. ആരാണ്? ബഹുമാനപ്പെട്ട ബഹാവുദ്ദീൻ ഉസ്താദാണ്. മനസ്സിലായല്ലോ. ഇനി ആ ലേഖനം ഫൈനലായിട്ട് എഡിറ്റ് ചെയ്തതും ബഹുമാനപ്പെട്ട ബഹാവുദ്ദീൻ ഉസ്താദാണ്. ആ ലേഖനം എഴുതി ഫൈനലായിട്ട് അതിനെ എഡിറ്റ് ചെയ്തത് ബഹാവുദ്ദീൻ ഉസ്താദാണ്. പക്ഷേ ബഹാവുദ്ദീൻ ഉസ്താദിൻ്റെ വാളിൽ അദ്ദേഹം അത് പോസ്റ്റ് ചെയ്തില്ല.
ബാക്കിയുള്ളവരൊക്കെ വാക്ക് പാലിച്ചു, അവരുടെ വാളിൽ അത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഈ കാര്യം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ സംശയമുണ്ടാകും. എന്നാൽ ഈ അടുത്തായിട്ട് ഈ ഒരു വിഷയം ഇപ്പോൾ ഹക്കീം ഫൈസി ദാറുൽ പോയതുമായി ബന്ധപ്പെട്ടാണല്ലോ വിവാദം പിന്നെയും ചർച്ചയായി വരുന്നത്. അപ്പോൾ ആ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തുകൊണ്ട് മുഹമ്മദ് സ്വാലി എന്ന് പറയുന്ന വ്യക്തി, ലീഗിൻ്റെ ഒരു സൈബർ പോരാളി മുഹമ്മദ് സ്വാലി നദ്വിയാണ്, അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഈ ദാറുൽ വിമർശിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടു. അതിൻ്റെ അടിയിൽ ഒരാൾ ചോദിക്കുകയാണ്, ഒരു ഹുദവിയാണെന്ന് തോന്നുന്നു, അദ്ദേഹം ചോദിക്കുകയാണ്, കാര്യം അതല്ല, ബഹാവുദ്ദീൻ ഉസ്താദ് കുറ്റപത്രം തയ്യാറാക്കി എന്ന ഷജറ ഫാക്ടറി നുണ വിഴുങ്ങി ഛർദ്ദിക്കരുതായിരുന്നു എന്ന് ഈ സ്വാലിഹ് നദ്വിയെ മുഹമ്മദ് സ്വാലിഹിനെ ഉപദേശിക്കുകയാണ്. ആ സമയത്ത് ഈ മുഹമ്മദ് സ്വാലി കൊടുക്കുന്ന മറുപടിയുണ്ട്, നിങ്ങൾ കാണാം. കുറ്റപത്രം FBയിൽ പോസ്റ്റ് ചെയ്യും മുമ്പ് നദ്വി സമക്ഷം വായിച്ച് ബോധ്യപ്പെട്ടല്ല അത് പ്രസിദ്ധീകരിച്ചതെന്ന് ഇന്നും തൻ്റെ വാളിൽ അത് നിലനിർത്തുന്ന നാസർ ഫൈസി കൂടത്തായി പറയട്ടെ. നദ്വി വാസ്തവം പറയുമെങ്കിൽ അത് നിഷേധിക്കില്ല. അപ്പോൾ ഇവർ പോലും ഇത് പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതൊരു പബ്ലിക്കിൽ വന്ന ഒരു വിഷയമല്ല കേട്ടോ. ഇതിൻ്റെ പിന്നിൽ ആരാണ് എന്നുള്ള വിഷയം പബ്ലിക്കിലൊന്നും അറിഞ്ഞ വിഷയമല്ല. അന്വേഷിച്ചാൽ മാത്രം പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ മുഹമ്മദ് സ്വാലി അതുകൂടി അന്വേഷിച്ച് പഠിച്ചിട്ടുണ്ട്. മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം ആ ദാറുൽ ആ ഒരു പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. നോക്ക് നിങ്ങൾ. അപ്പോൾ ഇത് നമ്മൾ മാത്രം പറയുന്നതല്ല. അപ്പോൾ ഇത് സമസ്തക്കാർ വെറുതെ പറയാണ്, അല്ലെങ്കിൽ ഷജറകൾ വെറുതെ പറയാണ് എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഇദ്ദേഹത്തിനെങ്കിലും നിങ്ങൾ വിശ്വസിക്കണം. കാരണം ഇദ്ദേഹത്തിന് അങ്ങനെ എന്തെങ്കിലും ബെനിഫിറ്റ്, അതുകൊണ്ട് കളവ് പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലല്ലോ. ഈ വിഷയത്തിൽ കളവ് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വാദപ്രകാരം ഞങ്ങളൊക്കെ കളവ് പറയുകയാണെങ്കിൽ ഇവന് ഇത് കളവ് പറഞ്ഞുകൊണ്ട് എന്ത് ബെനിഫിറ്റാണുള്ളത്? അപ്പോൾ കാര്യങ്ങൾ കൃത്യമാണ്. ഇതിൻ്റെ പിന്നിൽ ഒരു കാലം വരെ, ഒരു നിശ്ചിതമായ ഡേറ്റ് വരെ ബഹാവുദ്ദീൻ ഉസ്താദ് കൃത്യമായ ഇടപെടലുകൾ, നേതൃപരമായ പങ്ക് വഹിച്ചിട്ടുണ്ട് ഈ ഹക്കീം ഫൈസിയെ പുറത്താക്കുന്ന വിഷയത്തിൽ നിന്ന് കൃത്യമായിട്ട് നമുക്ക് രേഖകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. കൃത്യമായ ഡേറ്റ് സഹിതമുള്ള രേഖകൾ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. അതുകൊണ്ട് ഇനി ആരാണ് കളവ് പറഞ്ഞത് എന്ന് ഒന്ന് സ്വന്തം ചിന്തിക്കാം. മാത്രമല്ല, നിങ്ങൾ പഠിച്ചുകൊണ്ട് പ്രതികരിക്കാം. നിങ്ങൾ വാഫികൾ തരുന്ന കുറിപ്പുകൾ, അവരെ ഇറക്കി വിടുന്ന കുറിപ്പുകളും ഒക്കെ വായിച്ചിട്ട് അത് കേട്ടിട്ട് ഇതുപോലെ വീഡിയോ ചെയ്യാൻ നിന്നാൽ അബദ്ധത്തിൽ പെട്ടുപോകും. അതുകൊണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ അന്വേഷിച്ച് പഠിച്ച് അത് സത്യമാണെന്ന് 100% ബോധ്യപ്പെട്ടിട്ടാണ് നമ്മളൊക്കെ വീഡിയോ ചെയ്യുന്നത്. അത് സത്യമല്ല എന്ന് പിന്നീട് തെളിയുകയാണെങ്കിൽ അത് പിൻവലിക്കാനും അത് ഖേദം പ്രകടിപ്പിക്കാനും നമ്മൾ റെഡിയാണ്. അങ്ങനെ സത്യമാണെന്ന് ബോധ്യപ്പെട്ട വിഷയം മാത്രമേ നിങ്ങളിലേക്ക് ഞാൻ എൻ്റെ മനസ്സാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് ഒന്നും ചെയ്തിട്ടില്ല. മനസ്സിലായത്? നമുക്ക് ആരെയും ഉയർത്തി വെക്കേണ്ടതോ ആരെയും താഴ്ത്തി വെക്കേണ്ടതോ ആയ യാതൊരു പ്രശ്നമില്ല. ഈ ബഹാവുദ്ദീൻ ഉസ്താദോ അല്ലെങ്കിൽ ഹക്കീം ഫൈസിയോ ഹുദവികളോ വ്യക്തിപരമായി എന്തെങ്കിലും ഒരു ചെറിയ ദ്രോഹം പോലും എന്നോട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്കവരോട് ആരോടും വ്യക്തിപരമായി യാതൊരു വൈരാഗ്യവും ഇല്ല. ഇത് ദീനിൻ്റെ കാര്യമാണ്, ഇത് സുന്നത്ത് ജമാഅത്തിൻ്റെ വിഷയമാണ് എന്നതുകൊണ്ടുള്ള അതിനോടുള്ള പ്രതിബദ്ധതയല്ലാതെ മറ്റൊന്നും ഇത് പറയാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സംസ്ഥയുടെ പ്രവർത്തകരെ, നിങ്ങൾ വഞ്ചിതരാവരുത്. ഇത്തരം ആളുകൾ പലതും പറയും. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ കാളമ്പാടി ഉസ്താദൊക്കെ നമ്മളോട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇനി പല ഫിത്നകളും പൊട്ടിപ്പുറപ്പെടും. ആ സമയത്തൊക്കെ സമസ്ത എന്ത് പറയുന്നോ അതിൻ്റെ കൂടെ നിങ്ങൾ നിൽക്കണം. സമസ്ത എന്ത് പറയുന്നോ അതിൻ്റെ കൂടെ നിങ്ങൾ നിൽക്കണം. ബാക്കിയുള്ളവർ പല നുണയും പറയും എന്നൊക്കെ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദും കാളമ്പാടി ഉസ്താദും കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണോ അവരിതൊക്കെ പറഞ്ഞത് എന്ന് നമ്മുടെ അത്ഭുതപ്പെട്ടു പോവുകയാണ്. അത്രയും കാര്യങ്ങളാണ്, കളവുകളും മറ്റൊക്കെയാണ് സംസ്ഥയുടെ മേൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഈ വോയിസ് നിങ്ങൾ കേട്ട ഈ ഹമീദ് കീശേരി എന്ന് പറയുന്ന ആൾ, അയാൾ ഒരുപാട് കളവുകൾ പറഞ്ഞിട്ട് വീണ്ടും അവസാനമായിട്ടും അയാൾ വീഡിയോകൾ ഇറക്കിയിട്ടുണ്ട്. അതിൽ അയാൾ പറയുന്നത് അഹമ്മദ് വാഫി കക്കാട് ഇതിനൊക്കെ മറുപടി പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അഹമ്മദ് വാഫി കക്കാട് മറുപടി പറഞ്ഞു എന്ന് പറയുന്ന ആ പരിപാടി കഴിഞ്ഞ് 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് അതേ ലൊക്കേഷനിൽ അതേ ഓഡിറ്റോറിയത്തിൽ വെച്ച് അക്കമിട്ടുകൊണ്ട് 1, 2, 3 ഇങ്ങനെ അക്കമിട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഹമീദ് ഫൈസി ഇവർ പറഞ്ഞ കളവൊക്കെ പൊളിച്ചടക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വാഫികളുടെ, അഹമ്മദ് വാഫിയുടെ മാത്രമല്ല കേൾക്കേണ്ടത്, നിങ്ങൾ ആ ഹമീദ് ഫൈസിയുടെ ആ പരിപാടി കൂടി നിങ്ങൾ കേൾക്കണം. അത് നമ്മുടെ സുന്നാ ഡിബേറ്റിൻ്റെ ഫേസ്ബുക്ക് പേജിൽ കൃത്യമായിട്ട് അത് മുറിച്ചിട്ട് കൃത്യമായിട്ട് ഹമീദ് ഫൈസിയുടെ പ്രഭാഷണം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എളുപ്പത്തിൽ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞു തന്നത്. മാത്രമല്ല, ഫിഖുൽ മുയസ്സർ വിഷയത്തിൽ അഹമ്മദ് വാഫി പറഞ്ഞ കളവുകൾ, പച്ചക്കളവുകൾ കൃത്യമായിട്ട് പൊളിച്ചടക്കി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതുവരെ അതിനൊന്നും ആധികാരികമായിട്ട് അവരാരും ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല. കാരണം ഇവർക്കിത് മറുപടി പറയാൻ കഴിയില്ല. ഹുദവികളൊരു പരിപാടി നടത്തി, സമസ്തക്കെതിരെ പല കുപ്രചരണങ്ങളും പല ആരോപണങ്ങളും പറഞ്ഞു, തിരുത്തു എന്ന് പറഞ്ഞിട്ട്. തിരുത്ത് എന്നാണ് ആ പരിപാടിൻ്റെ പേര്.
പക്ഷേ അതിന് കൃത്യമായി SKSF-ൻ്റെ പ്രവർത്തകർ മറുപടി കൊടുത്തപ്പോൾ ആ വഴിക്ക് അവർ വന്നിട്ടില്ല. വരാൻ കഴിയില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു പക്ഷത്ത് സത്യമാണ്. സത്യത്തിനെതിരെയാണ് ഇവർ അടരാടിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെ ഇവർക്ക് രണ്ടാമതും വരാൻ കഴിയും? അതുകൊണ്ട് ഒരിക്കലും ഇവരുടെ വഞ്ചനയിൽ അകപ്പെട്ടു പോകാതിരിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.